ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് റാൻഡം വേരിയബിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കെയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്റ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് PDF അഥവാ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ആ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന ആൻസർ കിട്ടണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും അതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ നമ്മൾ PDF ആണ് തന്ന സ്ഥിതിക്ക് ഈ ഒരു കണ്ടീഷൻ എന്തായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ കെയിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇടയ്ക്ക് PMF വെച്ചിട്ടും ചോദിക്കാറുണ്ട്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫസ്റ്റിലത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1 ആണ്. ഡിസ്ക്രീറ്റ് കേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതുകൊണ്ടാണ് ഇവിടെ സമ്മേഷൻ വരുന്നത്. സോ ഈ പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ പ്രോപ്പർട്ടി നമുക്ക് എഴുതാം. ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് dx ഈക്വൽ ടു 1. സിൻസ് ഇറ്റ് ഇസ് എ PDF അഥവാ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കണ്ടീഷൻ എന്താണ്, സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്തത് ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ വരുന്നത് എവിടെ മാത്രമാണ്, 0-ന്റെയും 2-ന്റെയും ഇടയിൽ മാത്രമാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0-ന്റെയും 2-ന്റെയും ഇടയിൽ മാത്രമാണ് ഫംഗ്ഷന്റെ വാല്യൂ kx - 2 എന്ന് വരുന്നത്. ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും, ഫംഗ്ഷൻ 0 ആയിരിക്കും. -∞ മുതൽ 0 വരെയും അതേപോലെ തന്നെ 2 മുതൽ ഇൻഫിനിറ്റി വരെയും. സോ ഇവിടെ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. -∞ to 0 f of x dx plus 0 to 2 f of x dx plus integral 2 to infinity f of x dx that is equal to 1. ഈ ഒരു ടേമിനെ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ആക്കി ഈക്വൽ ടു എന്തിനാണ് 1 എന്നാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ടേം എന്തായപ്പോൾ ഇത് 0 ആണ്, നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടില്ല. ഇവിടെയും എന്താണ് 0 ആണ്, ഫംഗ്ഷൻ തന്നിട്ടില്ല. ഇനി ബാക്കി എന്താ ഉള്ളത്, ഇന്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0-നും 2-ന്റെ ഇടയിൽ ഫംഗ്ഷൻ എന്താണ് വരുന്നത്, kx - 2 dx ഈക്വൽ ടു 1. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അടുത്തത് അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഇന്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. ഇന്റഗ്രേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ, x⁻n+1 n+1 പ്ലസ് c ആണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇപ്പോൾ 1 ആണെങ്കിൽ x പ്ലസ് c എന്നായിരിക്കും എന്ത് ഇന്റഗ്രൽ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഇന്റഗ്രൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ k ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, ഇത് x⁻ എന്താണ് 1 ആണ്. അപ്പൊ എന്ത് വരും, x⁻1 + 1 എന്താണ് 2 എന്ന് വരും അല്ലെ, ഡിവൈഡഡ് ബൈ 2. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ -2 എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് വരും, x വരും. ഏതാണ് റേഞ്ച് 0 to 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈക്വൽ ടു 1 ആണ് കിട്ടേണ്ടത്. ഇനി എന്ത് വരും, ആദ്യം നമ്മൾ കൊടുക്കേണ്ട എന്താണ്, അപ്പർ ലിമിറ്റ് കൊടുക്കണം, എന്നിട്ട് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും, k × 2² / 2. അതായത് ഈ എക്സ് കാണുന്നിടത്തൊക്കെ എന്താണ് 2 എന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് 0 ആണ് ഇനി കൊടുക്കണ്ടേ. അപ്പൊ എന്ത് വരും, k × 0² / 2 - 2 × 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു ടേം മൊത്തത്തിലേ 0 ആയി പോവില്ലേ, നോക്കിക്കേ, 0 × k 0, 2 × 0 0. അപ്പൊ ഈ ഒരു ടേം എന്തായി മൊത്തത്തിൽ ഇല്ലാണ്ടായി, നമുക്ക് ആ ടേം ആവശ്യമില്ല. ഈ ഒരു ടേം മാത്രമേ നമുക്കിനി നോക്കാനായിട്ടുള്ളൂ. അപ്പൊ ഇനി എന്ത് വരും, ഇവിടെ 2² എന്ന് പറഞ്ഞാൽ എന്താണ് 4 ആണ്. അപ്പൊ ഇവിടെ 4k ഡിവൈഡഡ് ബൈ 2 -2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ 2ഉം ക്യാൻസൽ ആയി 2k എന്നാണ് കിട്ടുക. അപ്പൊ എന്ത് വരും, 2k is equal to 1 + 4 എന്ന് നമുക്ക് കിട്ടും. ഈ -4 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആയി. 1 + 4 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താ
2k is equal to 5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ k എന്ന് പറഞ്ഞാൽ എന്താണ് 5 divided by 2. ആ 2നെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായി kന്റെ വാല്യൂ കിട്ടി. സോ ഫൈനൽ ആൻസർ എന്താണ്? kന്റെ വാല്യൂ എന്ന് പറയുന്നത് 5/2 ആണ്. നമുക്ക് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഈ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ഈ സ്റ്റെപ്പ് വരെ 3 സ്റ്റെപ്പ് വരെ സെറ്റാണ്. പിന്നെ എന്തറിയണം? ഇന്റഗ്രേഷൻ അറിയണം. ഇന്റഗ്രേഷൻ അറിഞ്ഞാലാണ് ബാക്കി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. മൂന്നാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും നല്ല രീതിയിൽ നോക്കുക. അതുണ്ടെങ്കിലാണ് നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ഇങ്ങനെ കാണുന്ന പല മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓൾ ദ ബെസ്റ്റ്.